ശരി, ശ്രീ അബു ജോസഫ് ഉണ്ട്, പി ജോസഫിന്റെ മകൻ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ്. ശ്രീ അബു ജോസഫ്, ഇപ്പോൾ നേരത്തെ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു, ചർച്ച നടത്തി എന്ന വാർത്തകളൊക്കെ കേരളം ചർച്ച ചെയ്തതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് വരണം, അക്കാര്യത്തിൽ സോണിയാഗാന്ധി ഇടപെട്ടു എന്ന ചർച്ചകളുടെ വാർത്തകൾ. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു, UDF-ന്റെ ഭാഗമാക്കണം കേരള കോൺഗ്രസിനെ. അത്തരമൊരു നിർദ്ദേശം വന്നതായി നിങ്ങൾക്ക് സന്ദേശമുണ്ടോ? അങ്ങനെ ഒരു ആലോചന UDF-ലുണ്ടോ? എന്താണ് അങ്ങയുടെ പ്രതികരണം? ഇങ്ങനെ ഒരു കാര്യം ഇപ്പം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഏതൊക്കെയാലും ഭാഗം തന്നെ അവര് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരൊരു കാരണവശാൽ UDF-ലേക്ക് വരുന്നില്ല. ഒരു LDF-ൽ അവർ സന്തുഷ്ടരാണ്. അവിടെ എല്ലാ പരിഗണനയും ലഭിക്കുന്നുണ്ട്. അവരുടെ പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി കേസും പാർട്ടി ചെയർമാൻ ഉൾപ്പെടെയുള്ളവര് ഒന്നിച്ചിരുന്ന പത്രസമ്മേളനം നിർത്തി പറഞ്ഞതാണ്, അവിടുത്തെ പറഞ്ഞതാണ്. അവരിങ്ങോട്ട് വരുന്നില്ല എന്നുള്ള കാര്യം അവര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉണ്ടായി വന്ന ചർച്ച എന്താന്ന് എനിക്കറിയത്തില്ല. ഇദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത്. ഞാൻ കണ്ടില്ലായിരുന്നു. അല്ല, രാഹുൽ ഗാന്ധി സ്പെസിഫിക് ആയി കേരള കോൺഗ്രസ് എം, കേരള കോൺഗ്രസ് എ, RSP എല്ലാ കാര്യത്തിലും നേരിട്ട് ഇടപെടുകയാണോ ഈ തെരഞ്ഞെടുപ്പ്? അത്രമേൽ വളരെ ഗൗരവതരമായി കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെടുകയാണോ? അതോ ചർച്ചകൾ നടന്നു വന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്? അനൂപ് ദാസ് പറയുന്നത് അങ്ങനെ ഒരു നിർദ്ദേശം രാഹുൽ നൽകി എന്നതാണ്. അല്ല, തീർച്ചയായിട്ടും മുന്നണി വിപുലീകരണം എന്നുള്ളത് UDF-ന്റെ അജണ്ടയിലുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ വല്ലതും അദ്ദേഹം അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് ലഭ്യമല്ല ഇപ്പൊ നിലവിൽ. അങ്ങനെ കേരള കോൺഗ്രസ് UDF-ലേക്ക് തിരികെ വരാൻ കോൺഗ്രസ് ചർച്ചകൾക്ക് മുൻകൈ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ രാഹുൽ നിർദ്ദേശം നൽകിയെങ്കിൽ ആ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുകയാണെങ്കിൽ അതിനെ PJ ജോസഫ് വിഭാഗം എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? അതിനെ സ്വാഗതം ചെയ്യും? അതിൽ നിങ്ങൾ കൂടി ഭാഗമാകും? അല്ല, ഇത് UDF-ന്റെ നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. പക്ഷെ തീർച്ചയായിട്ടും മാണി വിഭാഗം അവര് ഇങ്ങോട്ടില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അവര് കഴിഞ്ഞ ദിവസം അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിട്ടും പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഒരു പുതിയ ഒരു നീക്കം അല്ലെങ്കിൽ ആലോചന വന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ ഈ വാർത്ത കേൾക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് UDF നേതൃത്വം ഒന്നിച്ചിരുന്ന് എടുക്കേണ്ട തീരുമാനമാണിത്. അത് ആ രീതിയിലുള്ള ചർച്ചകൾ വരുമ്പോൾ അപ്പൊ പ്രതികരിക്കാം. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ന്റെ ഭാഗമായില്ലെങ്കിൽ, UDF-ലേക്ക് തിരികെ വന്നില്ലെങ്കിൽ മധ്യകേരളത്തിലെ വിജയസാധ്യതകൾ UDF-ന് കുറയുമോ? മധ്യകേരളത്തിൽ ഇപ്പം 3 ജില്ലകളാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല. ഈ 3 ജില്ലകളിലും വളരെ അധികം ഒരു മുന്നേറ്റം UDF-ന് നേടാൻ സാധിച്ചു. അത് ജോസ് കെ മാണി വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമെന്ന് അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന 3 ജില്ലകളാണ്. ഇടുക്കി ജില്ലയിലെ 17 ജില്ലാ പഞ്ചായത്ത് സീറ്റിലെ 14 UDF ജയിച്ചു. കോട്ടയം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഭരണവും സകല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണങ്ങളും എല്ലാം പാലാ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ UDF അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല. അപ്പം ഇവരില്ലാതെ തന്നെ UDF-ന് വലിയൊരു വിജയം ഇവിടെ നേടാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അത് UDF അണികൾക്കും UDF-ലുള്ള ഘടകകക്ഷികൾക്കും എല്ലാം ആത്മവിശ്വാസം തരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇവരില്ലെങ്കിലും UDF-ന് ശക്തമായിട്ട് നമ്മൾ വിജയിച്ച് നിൽക്കുകയാണ് ഈ ജില്ലകളിലെല്ലാം. ഇപ്പോൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല, നമ്മള് ഒരു തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തൽ ഉണ്ടാകുന്നത്. ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പഞ്ചായത്ത് സീറ്റുകളൊക്കെ വ്യക്തിപരമായ പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറയുന്നത്, ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ വോട്ടാണ്. ശക്തമായ രീതിയിൽ UDF ഈ ജില്ലകളിലെല്ലാം നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണല്ലോ നമുക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗം വന്നില്ലെങ്കിലും കേരള കോൺഗ്രസും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്താണ് അങ്ങ് പറഞ്ഞു വയ്ക്കുന്നത്? എന്നാണല്ലോ ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണല്ലോ നമ്മളെല്ലാവരും കണ്ടതല്ലേ. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ശക്തമായ രീതിയിൽ UDF-ന് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. ശരി, നന്ദി ശ്രീ അബു ജോസഫ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF-ലെത്തിക്കാൻ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു എന്താണ് അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.